ശബരിമല സന്നിധാനം ഇന്ന് ദീപപ്രഭയാൽ അലങ്കൃതമാകുകയാണ്. കാർത്തിക ദീപങ്ങൾ ഇന്ന് 6:30 മുൻപ് തിടപ്പള്ളിയിൽ തന്ത്രി മോഹനര് മഹേശ്വരാണ് തെളിയിക്കുന്നത്. അതിനുശേഷം ശബരിമല മുൻഭാഗവും അതേപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളും ദീപപ്രഭയാലായിരിക്കുമെന്നുള്ളതാണ്. എന്തായാലും കർപ്പൂരപ്രിയന് കർപ്പൂരത്തിലാണ് ഇത്തവണ അല്ലെങ്കിൽ കഴിഞ്ഞ എല്ലാ കൊല്ലങ്ങളിലുമായി ഇത്തരത്തിൽ ദീപപ്രഭ ചൊരിയുന്നതെന്നുള്ളതാണ് അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നത്? ഒരുക്കങ്ങൾ കർപ്പൂരം കത്തിച്ച് എല്ലാം വെച്ച് കമ്പോളത്തിനകത്ത് നെയ്യൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് പാർവതി ദിവാരാധനയാണ് മാനേര് ദേവസ്വം വന്ന് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യും. പിന്നെ നിരപ്പിന് നമ്മളെല്ലാം കത്തിക്കും. എന്തായാലും ദീപപ്രഭയാകുന്ന നിലവിലത്തെ സന്നിധാനം അത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 6:20 സമയത്താണ് ഇത്തരത്തിൽ കർപ്പൂരങ്ങൾക്കൊക്കെ തീ പകരുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ഓമൊക്കെ ഉണ്ടാക്കിയ ഒരു ചേട്ടനുണ്ട്. എങ്ങനെയായിരുന്നത്? അത് കർപ്പൂരം കൊണ്ട് വരയ്ക്കുകയായിരുന്നു. മുൻകൂട്ടി പറഞ്ഞിരുന്നു. ദേവസ്വം ബോർഡിൻ്റെ ഞങ്ങളുടെ സൂപ്പർവൈസറുണ്ട്. ഞങ്ങൾ പല വേലക്കാരാണ്. ഞങ്ങളുടെ സൂപ്പർവൈസർ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾ വിളക്കുണ്ട്, പിന്നെ കർപ്പൂരം 4 വശവും കർപ്പൂരം വെച്ചിട്ടുണ്ട്. യോമ് വരച്ചു. പച്ചക്കർപ്പൂരമാണല്ലേ? പച്ചക്കർപ്പൂരം സാധാ കർപ്പൂരം, എല്ലാ കർപ്പൂരം ഉപയോഗിക്കും. സാധാരണ എല്ലാ തവണയും കർപ്പൂരം തന്നെയാണോ തെളിയിക്കല്? അതെ, കർപ്പൂരം തന്നെ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? ഞാനൊരു 10-14 വർഷത്തോളമായി ടെമ്പററി ജീവനക്കാരനായി. എന്താണ് ഒരു പുണ്യമായിട്ട്? അതെ തന്നെ, അത് തന്നെ. ഭഗവാനെ എന്നും തൊഴാം, അതൊക്കെ തന്നെ ഉള്ളൂ. എന്തായാലും സജ്ജീകരണങ്ങളൊക്കെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:20 സമയത്തോടു കൂടി തന്നെ ദീപാലങ്കൃതമാകും എന്നുള്ളതാണ്. അതും കർപ്പൂരപ്രിയനെ കർപ്പൂരത്തിലാണ് ഇത്തവണ കാർത്തിക ദീപങ്ങൾ എല്ലാ കൊല്ലവും തെളിയിക്കുന്നത് പോലെ തന്നെ തെളിയിക്കുക. ജീവനക്കാരെല്ലാം ചേർന്നുകൊണ്ട് കർപ്പൂരങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത്. ഏറ്റവും എടുത്തു പറയേണ്ടത് തിടപ്പള്ളിയോട് ചേർന്നുള്ള ഭാഗങ്ങൾ, അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം 18-ാം പടിയോട് ചേർന്നിട്ടുള്ള വലിയ വിളക്കുണ്ട്. ആ വിളക്ക് അടക്കമാണ് സജ്ജീകരിക്കുന്നത്. അതേപോലെ തന്നെ നിരവധി വിളക്കുകൾ ക്ഷേത്രത്തിൻ്റെ കവാടങ്ങളിലും അതേപോലെ മുൻഭാഗങ്ങളിലുമൊക്കെ ഒരുക്കിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ വലിയ തിരക്ക് തുടരുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഇപ്പോൾ ശബരിമലയിലെ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം തൃക്കാർത്തിക ദിവസത്തിൽ കാർത്തിക ദീപം കണ്ട് തൊഴാനുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം ഇവിടെ തിരികൾ തെളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വരുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കൂടുതലുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് സൂരജ് KS-നൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, റിപ്പോർട്ടർ സന്നിധാനം.